ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലബാർ ഫുഡി സിസ്റ്റേഴ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഉണ്ടോ. എന്തിന്റെ മോമോസ് ആയിരുന്നു തിന്ന? ബീഫോ ചിക്കനാ? ചിക്കൻ. ഇതിനൊക്കെ ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ മോമോസ് ഉണ്ടാക്കാനുള്ള പെട്ടെന്ന് ഒരു ആഗ്രഹം വരാൻ കാരണം എന്താ അറിയോ? ഇന്നലെ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നേ, കോഴിക്കോട് ബീച്ചില്. നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ലോ. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയതിനു ശേഷം ഇപ്പൊ നമുക്ക് മോമോസ് തിന്നാൻ ഭയങ്കര ആഗ്രഹം. എൻ്റെ മോളാണെങ്കിൽ ഈ മോമോസിന്റെ ഭയങ്കര ഒരു ഫാനാ. അങ്ങനെ നമ്മൾ മോമോമിയെ പോയിട്ട് ഒരു മോമോസിന്റെ പ്ലാറ്ററൊക്കെ വാങ്ങി കഴിച്ച്. അപ്പൊ പിന്നെ ഒരു മോമോസ് നമുക്കും തട്ടിക്കൂട്ടിയാൽ എന്താന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിങ്ങനെ മാവൊക്കെ കുഴച്ച് മൈദയും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് മാവ് കുഴച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വിചാരിച്ച്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആദ്യം 2 ഉള്ളിയും ഒരു കഷ്ണം കാബേജും ഒരു ക്യാരറ്റ് പറയുമ്പോൾ ഒരു ഫുൾ ക്യാരറ്റ് തൊലി കളഞ്ഞ് അരിഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഒരു ചിക്കനാണ് കേട്ടോ. അപ്പൊ ചിക്കൻ എങ്ങനെയാ വെച്ചാൽ നമ്മൾ വേവിച്ചത് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നമ്മളൊരു എല്ലില്ലാത്ത ചിക്കനെ മിക്സിയിൽ അടിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഉള്ളി, നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, കാബേജ്, പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില, ഈ ചിക്കനൊക്കെ കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാണ്. ഉള്ളി ഇട്ടു, കാബേജ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു, ഇനി നമ്മൾ പച്ചമുളക് ഇട്ടു, മല്ലിയില ആണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പം മല്ലിയില പറയുമ്പോൾ ഒരു 2 തണ്ട് മല്ലിയില അത്രയൊക്കെ മതി കേട്ടോ. ഇനി നമ്മൾ വേവിച്ച ചിക്കൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. വേവിച്ചിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിന് നന്നായിട്ട് ഒരു ഫോക്ക് വെച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം വെജിറ്റബിൾസും ഈ ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന പോലെ വേണം മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് 2 ടീസ്പൂൺ സോയാ സോസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും സോയാ സോസ് ഈ മിക്സിൽ വരുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളകും ആണ് ചേർക്കുന്നത്. ഉപ്പും കുരുമുളകും ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കുഴച്ച് വെച്ച നമ്മുടെ മാവുണ്ടല്ലോ, മാവിനെ നമ്മൾ വേഗം നമ്മുടെ സ്ഥലത്തേക്ക് എടുക്കുക. നമ്മുടെ പത്തിരിപ്പല, കുഴല്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ട് ഓരോ ഉണ്ടകളാക്കി പരത്താം. ഓരോ ഉണ്ടേനെ നല്ല നീട്ടി നമ്മൾ ചപ്പാത്തി പരുവത്തിൽ പരത്താം. അതിനുശേഷം നമ്മൾ ഒരു റൗണ്ടിൽ പരത്തി പൂരി പോലെ പരത്തിയതിനെ ഒന്നിനെ എടുത്തിട്ട് നമ്മളത് നമ്മുടെ മോമോസ് മിക്സ് അതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കുത്തി നിറയ്ക്കാൻ പാടില്ല കേട്ടോ. ഈ കുത്തി നിറച്ചാൽ എന്താ അറിയോ, നമ്മുടെ മോമോസ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ലുക്കും കിട്ടൂല. പിന്നെ എന്താ വെച്ചാൽ പൊട്ടിപ്പോയാൽ നമ്മുടെ സ്റ്റീമറിൽ അതിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് നല്ലത് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് എന്നിട്ട് ഉള്ളിലേക്ക് മടക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ സാരിയുടെ മോറി എടുക്കൂലേ, അതുപോലെ വേണം മോമോസ് നമ്മൾക്ക് മടക്കാൻ. പക്ഷെ മോമോസിന് മടക്കാൻ ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്സും മെത്തേഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മളൊക്കെ അത് കുറേ നേരം ഉണ്ടാക്കി നോക്കിട്ടോ, പക്ഷെ ചിലതൊക്കെ പൊട്ടിപ്പോയി. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല എന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ ചിരിച്ച് കുറേ ഉണ്ടാക്കി അങ്ങനെയൊക്കെ എൻ്റെ സിസ്റ്ററിലും ഉണ്ട് കേട്ടോ. മൂപ്പത്തി ഇതിലൊരു എക്സ്പേർട്ടാണ്. അങ്ങനെ അവസാനം നമ്മൾ മൂപ്പത്തിയുടെ കൈ വരെ വന്നിട്ടുണ്ട്. അങ്ങനെ മൂപ്പത്തിയാണ് നമുക്ക് ഇങ്ങനെ മടക്കി തന്നത്. അങ്ങനെ നമ്മളൊരു ആവി പാത്രം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ മോമോസ് ഓരോന്നായി അതിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റീം എടുത്ത് അങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന വീഡിയോ കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഓരോന്നായി നമ്മളിങ്ങനെ മോമോസ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇതിൻ്റെ ഡക്കിയ ദിനം പോയിട്ട് എന്ത് ചെയ്തറിയോ, ഇതിൻ്റെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചട്നി വേഗം ഒന്ന് ഞാൻ പറയാം. നമ്മുടെ പിരിമുളകിനെ ഒന്ന് ചുടുവെള്ളത്തിൽ പുതർത്തിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് നമുക്ക് 2 തക്കാളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ വിനാഗിരി കേട്ടോ, സുർക്ക ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ എന്ന് പറഞ്ഞൊരു കറക്കിയാൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസ് ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല പിന്നെ നമ്മളെ മോമോസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കഴിക്കുമ്പോൾ നാവിലെ എല്ലാം പോകുന്ന രുചി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ചട്നിയിൽ മുക്കിയിട്ട് നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മോമോ